എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മളിത് അരി അരച്ചൊന്നുമല്ല ഉണ്ടാക്കുന്നത്, ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു റോബസ്റ്റ പഴം ഇട്ട് കൊടുക്കാം. പാളയംകോടൻ പഴമാണെങ്കിൽ ഒരു 2 എണ്ണം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ നമ്മൾ നെയ്യിലൊന്ന് വറുത്ത് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ സാധാരണ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ട് ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലാക്കും. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെക്കും. അങ്ങനെ ആകുമ്പോൾ കുറേ നാൾ കേടുകൂടാതിരിക്കും. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വളരെ ഈസിയാണ്. അപ്പോൾ ഞാനിതിലേക്കിപ്പം 1 കപ്പ് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് നോർമൽ വാട്ടർ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഞാൻ ഏകദേശം ഒരു 1.25 കപ്പോളം വാട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം നമ്മുടെ ബാറ്റർ കിട്ടാൻ. കുറേ ലൂസാവാനും പാടില്ല, അതുപോലെ കുറേ അങ്ങോട്ട് തിക്കാവാനും പാടില്ല. ഇനി നമുക്ക് എണ്ണ ചൂടാവാനായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി അടുത്ത വശം ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയ ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറം വശവും അതുപോലെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുണ്ടാക്കുമ്പോൾ പുറം വശം ക്രിസ്പിയും അതുപോലെ ഉൾവശം സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഗോതമ്പ് പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, ഉൾവശമൊക്കെ നല്ല സോഫ്റ്റുമായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.